إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم طاسيم تلك آيات الكتاب المبين نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധത്തോടു കൂടി ആരും സഹായിക്കാനില്ലാത്ത ലോകത്ത് സഹായം കിട്ടുവാനുള്ള ഈമാനോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് ആവശ്യമായ ഈമാനും ആരോഗ്യവും പരിപൂർണമാക്കി തരുമാറാവട്ടെ. ആമീൻ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ഇന്ന് കുറച്ച് കഥ പറയാം. കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഖുർആനും കഥ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലേഖനങ്ങളും കഥകളും പുസ്തകങ്ങളും എഴുതുമ്പോൾ എഴുത്തുകാർ അവരുടെ തൂലിക നല്ലതാണ് എന്ന് പറയുവാൻ വേണ്ടി അക്ഷരങ്ങളെ കൊണ്ട് അമ്മാനമാണ് ആകർഷണീയമുണ്ടാക്കാൻ, വിറ്റഴിക്കപ്പെടാൻ, കൂടുതൽ വിപണിയിൽ അരങ്ങ് തകർക്കാൻ. പക്ഷേ ഖുർആൻ പറഞ്ഞ കഥകൾ ആവശ്യമുള്ളത് മാത്രമാണ്, ആവശ്യമില്ലാത്തത് ഒന്നും പറഞ്ഞിട്ടില്ല. 136 തവണയാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഖുർആൻ പ്രതിപാദിച്ചത്. ആ 136 തവണയും ആവശ്യമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആവശ്യമുള്ളത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാനുള്ളത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. വീട്ടിൽ അടുക്കളയിൽ ഒരു അതിഥി വരുമ്പോൾ കുറേ ആവശ്യമുള്ള സാധനം വാങ്ങാനുണ്ട് എന്ന് കുടുംബനാഥ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഉപയോഗിക്കാനുണ്ട് എന്നാണ്. അപ്പൊ ഖുർആൻ പറഞ്ഞ കഥകളെല്ലാം ആവശ്യമുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊക്കെ നമുക്ക് എടുക്കാനുള്ളതാണ് എന്നാണ്. ആ കഥകൾ നമുക്കറിയാലോ. കഥ അറിയാത്ത ആരും ഈ പള്ളിയിലില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ അവസാന നബൂവത്ത് വരെയുള്ള ചരിത്രം മുഴുവൻ കുട്ടികൾക്ക് പോലും അറിയാം. പക്ഷെ എന്താണ് ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള ഗുണപാഠം? അതാണ് നമ്മൾ ഖുർആനിന്റെ ആയത്തുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.
വിശുദ്ധ ഖുർആൻ 28-ാം സൂറത്തുൽ ഖസസിലെ ആദ്യ ഭാഗം മുതൽ വായിച്ചാൽ ഏറെക്കുറെ മുഴുവനായും മൂസ നബിയുടെ ചരിത്രം ആണ് പ്രതിപാദിച്ചത്. അതിൽ അദ്ദേഹത്തിന്റെ ആദ്യകാലം വിശദീകരിക്കുന്നത് 30 ആയത്ത് വരെ ആദ്യകാലം വിശദീകരിക്കുകയാണ്. 24 ആയത്ത് വരെ വായിച്ചാൽ ആ പെട്ടിയിൽ ഒഴുക്കി വലുതായി കൊട്ടാരത്തിന് പുറത്തിറങ്ങുന്നവരെയുള്ള ചിത്രം പൂർണ്ണമായും നമുക്ക് ലഭിക്കും. ആ കഥയിൽ ഖുർആൻ പറഞ്ഞ കുറച്ച് ഗുണപാഠങ്ങളാണ്. നമുക്കറിയാം, ഇസ്രായേൽ വംശം ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഇസ്രാ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രാ. ഇസ്രാ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ സൂറത്തുണ്ട്, 17-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇസ്രാ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ കുടുംബ പരമ്പരക്ക് ബനു എന്ന് പറഞ്ഞ മക്കൾ എന്നാണ്. ഇസ്രാ യാക്കൂബ് നബിയുടെ പേരാണ്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ പരമ്പര എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ യാക്കൂബ് നബിയുടെ പരമ്പരാഗതക്കാരായിരുന്നു എന്നർത്ഥം. അപ്പോ ഈ ഇസ്രായേലിയരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മൂസ നബി വല്ലാതെ മെനക്കെട്ടിരുന്നു. എല്ലാ മുഅ്ജിസത്തും കാണിച്ചു. 1, 2, 3 അല്ല, ഒരുപാട് മുഅ്ജിസത്തുകൾ. ഈ മുഅ്ജിസത്തുകൾ കാണുമ്പോൾ നിഷേധിക്കും. അടുത്തത് വേറൊന്ന് ചോദിക്കും, നിങ്ങൾ അടുത്ത വേറെന്തെങ്കിലും ഉണ്ടോ? അത് കാണിക്കുമ്പോൾ അപ്പോഴും നിഷേധിക്കും. ഇങ്ങനെ ഒരു സമൂഹമായിരുന്നു അവർ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ബനു ഇസ്രായേലിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവർ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ആളുകളായിരുന്നു. യാ ബനി ഇസ്രായീല ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫളൽതുക്കും. നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് എന്ത്? നിഅമതിയ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർക്കേണ്ടതുണ്ട്. എന്താണ് അന്നി ഫളൽതുക്കും അലൽ ആലമീൻ? ലോകരിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായ ഫളൽ നൽകിയിരുന്നു, ശ്രേഷ്ഠത നൽകിയിരുന്നു, പദവി നൽകിയിരുന്നു. അവിടെ ലോകർ എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ, ഇബ്നു റജബ് അൽ ഹംബലിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ലോകർ ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടം വരെ എന്നുള്ളതാണ്. കാരണം കുന്തും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹം ആരാണ്? നമ്മളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹമാണ്. അപ്പൊ ലോകരിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉദ്ദേശിച്ചത് ആ കാലഘട്ടത്തെ വരെ ഉള്ളതാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. കാരണം ഖിയാമത്ത് നാൾ വരെയുള്ളവരിൽ ഏറ്റവും ഉന്നതരാരാ? നമ്മളാണ്. കുന്തും ഖൈറ ഉമ്മ എന്ന അർത്ഥത്തിൽ. അപ്പൊ ഏതായാലും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ ആസ്വദിപ്പിച്ച ജനവിഭാഗമായിരുന്നു ബനു ഇസ്രായേല്യർ എന്ന് പറയുന്നു. അപ്പൊ ഈ ഇസ്രായേല്യർ ഈജിപ്തിലെ പ്രബല വിഭാഗമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇസ്രായേലുകൾ ഫിർഔന്റെ വർഗമായിരുന്നു ഖിബ്തികൾ. അപ്പോ ഈ ഖിബ്തികളും ഇസ്രായേല്യരും, ഈ ഇസ്രായേല്യർ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്ക് ഇടങ്ങാറാവുമല്ലോ. അവർ നമ്മളെ ഭരിച്ചു കളയുമല്ലോ. ഈ പേടിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലണം എന്ന് ഫിർഔൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ല, ചിലരാളൊക്കെ തെറ്റിദ്ധരിച്ചത് ഒരു വ്യക്തിയായിട്ടാണ്. ഫിർഔൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സമൂഹത്തിലുള്ള ഒരു, ഫിർഔന് മുമ്പേ ഉണ്ടായത് ഹെക്ബോൺസ് എന്ന് പറഞ്ഞ ഭരണാധി വർഗമായിരുന്നു, രാജാധി വർഗമായിരുന്നു. നമ്മുടെ മുഗൾ ചക്രവർത്തിമാർ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ ഹെക്ബോൺസ് ആയിരുന്നു ഫിർഔന് മുന്നേ ഉണ്ടായത് എന്നാണ്. ഫിർഔന്റെ കാലശേഷം, ഹെക്ബോൺസിന്റെ കാലശേഷമാണ് ഫിർഔന് വന്നത്. ഫിർഔൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല, അതൊരു ഒരു സമൂഹത്തിന് പറഞ്ഞ ഒരു പേരാണ്. ഫിർഔൻ ഒന്നാമൻ, ഫിർഔൻ രണ്ടാമൻ എന്നൊക്കെ പറയപ്പെടുന്നു ചരിത്രത്തിൽ. എന്നാൽ ഈ ഫിർഔൻ വന്നപ്പോ അവർ ഇസ്രായേലിനെ ചെയ്തത് കഠിനമായി ജോലി ചെയ്യിപ്പിച്ചിരുന്നു. നമ്മുടെ പിരമിഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നൊരു ഭാഗമാണത്. പിരമിഡുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഈജിപ്തിലൊക്കെയുള്ള ആ പിരമിഡുകൾ. ആ കാലഘട്ടത്തിലുള്ള ഇസ്രായേലിയർ എടുത്ത പിരമിഡുകൾ ചിലതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ്. അവർ വഹിച്ചിരുന്ന കല്ലുകളും അവർ നിർമ്മിച്ചിരുന്ന പിരമിഡുകളുടെ ആ കല്ലുകളും മറ്റൊക്കെ ഇപ്പോഴുള്ള ആധുനിക യന്ത്രങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാത്തത്ര വലിയ അധ്വാനം അവർ ചെയ്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പോയവർക്ക് അറിയണ്ടാവും, ഞാൻ പോയിട്ടില്ല. അപ്പൊ ഏതായാലും അങ്ങനെ ഈജിപ്തിൽ ഇന്നും അവരുടെ സ്മാരകങ്ങൾ നിലനിൽക്കുന്നു, നശിക്കപ്പെടാതെ എന്നാണ് കണ്ടവർ പറയുന്നത്. അല്ലാഹു അഅലം. ഏതായാലും പറഞ്ഞത് ഈ ഇസ്രായേലിനെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിച്ചിരുന്നു, മർദ്ദിച്ചിരുന്നു.
ഈ പണികൾക്കിടയിൽ വലിയ വലിയ പിരമിഡ് ഉണ്ടാക്കിയല്ലോ. ആ പിരമിഡുകൾ നിർമ്മിക്കുന്നതിനിടയിൽ ഈ ഇസ്രായേലിയരിൽ പലരും മരിച്ചുപോയിരുന്നു. അതൊന്നും ഇവർക്ക് വിഷയമല്ല. കാരണം അടിമപ്പണി പോലെ കഠിനാധ്വാനം ചെയ്തു അടിച്ച് പണിയെടുപ്പിച്ച പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഭാഗമായിരുന്നു അന്നത്തെ കാലത്തെ ഇസ്രായേലിയർ. അങ്ങനെ ഇസ്രായേലിൽ എണ്ണം കൂടി വന്നപ്പോ ഈ ഫറോവ എന്നുള്ള ആ വിഭാഗത്തിന് ഫിറഔൻ ചക്രവർത്തിമാർക്ക് പേടിയുണ്ടായി. ഇവരിങ്ങനെ ഒരുപാട് ആൾക്കാരായി കഴിഞ്ഞാല് നമുക്ക് ഭാവിയിൽ നമുക്ക് പാരയാവുമല്ലോ. ഇവർ നമ്മളെ അധീനപ്പെടുത്തി കളയും. നമ്മൾ ആള് കുറവാണ്. ഇവർ ഭൂരിപക്ഷ ആളുകൾ പറയാറുണ്ടല്ലോ, ഇവരിങ്ങനെ പെറ്റുപെരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഇടങ്ങാറാകും എന്ന്. ഈ കാലഘട്ടത്തിൽ ചിലരൊക്കെ പറയാറുള്ളത് പോലെ അവർക്കും ആശങ്കയുണ്ടായി. ആ ആശങ്കയുടെ ഭാഗമായിട്ടാണ് അവർ ഈ വമ്പിച്ച ജനകീയ ശക്തിയെ പുറത്താക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അവർ പെറ്റുവീണയുടൻ എന്ത് ചെയ്യുക, കൊല്ലുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ കുറെ വർഷങ്ങൾ കൊന്നുകൊണ്ടിരിക്കെ അവർക്കിടയിൽ തന്നെ ചർച്ചയുണ്ടായി. ഇത് എല്ലാ വർഷവും കൊന്നാല് നമുക്ക് പണിയെടുക്കാനും ആള് വേണ്ടേ? നമുക്ക് അടിക്കാനും ഇടിക്കാനും മർദ്ദിക്കാനും പണിയെടുപ്പിക്കാൻ ആള് വേണമല്ലോ. എല്ലാ കൊല്ലവും കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണിയെടുപ്പിക്കാൻ ആളുണ്ടാവില്ല. നമുക്ക് നമ്മള് നേതാവാകണമെങ്കിൽ അനുയായി വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൊല്ലുക എന്നുള്ള തീരുമാനത്തിൽ അവർ പിന്മാറി. ഒരു വർഷം കൊല്ലാം, ഒരു വർഷം കൊല്ലാതിരിക്കാം. അങ്ങനെ ഇടവിട്ടുകൊണ്ട് കൊല നടത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് പിന്നീട് അവർ എത്തുകയുണ്ടായി. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ ആശയങ്ങളാണ്. സൂറത്തു ഖസ്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഓരോ ഇടവിട്ടുകൊണ്ട് അവർ ചെയ്തു. അങ്ങനെ ഒരു വർഷം ഒഴിവാക്കിയപ്പോൾ ആ വർഷമായിരുന്നു ഹാറൂൻ അലൈഹിസ്സലാം ജനിച്ചത് എന്നാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസ നബിയേക്കാൾ ഒരു വയസ്സ് മൂത്തതായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. പിറ്റേത്തെ വർഷമാണ് മൂസ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ആ വർഷമാണ് കൊല്ലാൻ തീരുമാനിച്ചത്. ബാക്കിയുള്ള ചരിത്രം നിങ്ങൾക്ക് അറിയാം. ആ ചരിത്രമാണ് ഖുർആൻ പഠിപ്പിച്ചത്. വഅൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി. നമുക്ക് വലിയൊരു പാഠമാണത്. മൂസ നബിയുടെ ഉമ്മയോട് പറഞ്ഞു, വേഗം എന്ത് ചെയ്യാ, പെട്ടിയിലാക്കി ഒഴുക്കുക. ചരിത്രങ്ങളും അല്ലാതെ പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ വലാ തഖാഫി വലാ തഹ്സനി, അവിടെയാണ് നാം ആലോചിക്കേണ്ട ഒന്നാമത്തെ ഘടകം. അല്ലാഹ് വഹി കൊടുത്തു എന്നാണ്. പ്രവാചകന്മാർക്ക് മാത്രമേ വഹി കൊടുക്കുകയുള്ളൂ, വഹി കിട്ടിയവരൊക്കെ പ്രവാചകന്മാരാണ് എന്ന് ചിലർ പറയാറുണ്ട്. അങ്ങനെയല്ല എന്ന് ഖുർആൻ പറഞ്ഞു. കാരണം എന്താ? പ്രവാചകന്മാരായി വന്നത് പുരുഷന്മാരാണ്. എന്തുകൊണ്ട് എന്നുള്ളത് നിലവിലുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾക്കും അറിയാം, പുരുഷന്മാർക്കും അറിയാം, വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ വഴി കിട്ടിയിട്ടില്ലേ? പ്രവാചകന്മാർക്കല്ലേ വഴി കിട്ടുള്ളൂ? അല്ല, തേനീച്ചക്ക് വഴി കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് നഹ്ലിൽ 16-ാമത്തെ സൂറത്തിൽ ഖുർആൻ പറഞ്ഞതാണ്, തേനീച്ചകൾക്ക് നാം വഹി കൊടുത്തു. അപ്പൊ തേനീച്ചകൾ പ്രവാചകന്മാരാണോ? അല്ല. അപ്പോ ഇവിടെ വഹി കൊടുത്തു എന്നാണ്. ആർക്ക്? മൂസ നബിയുടെ ഉമ്മാക്ക്. എന്താ വഹി? വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. നീ പേടിക്കണ്ട, ദുഃഖം ഉണ്ടാവണ്ട. ദുഃഖം ഉണ്ടാകും, സ്വാഭാവികമാണ്. തള്ള 9-10 മാസം നൊന്ന് വേദന അനുഭവിച്ച് പ്രസവിച്ചു. ആ പെറ്റുവീണ കുട്ടിക്ക് കരച്ചിലധികമാകുമ്പോൾ തന്നെ മാതാവിന്റെ ഹൃദയം പിടക്കും, അല്ലേ? അപ്പോ പെട്ടിയിലാക്കി ഒഴുക്കി എന്ന് പറഞ്ഞാൽ ആ വേദന അറിയേണ്ടതില്ല. അവിടെയാണ് ഖുർആനിന്റെ പ്രഖ്യാപനം വലാ തഖാഫി വലാ തഹ്സനി എന്ന് അവിടെ പറഞ്ഞു. നീ പേടിക്കണ്ട. എന്താ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ ഒരു ക്രോസ് അവിടെ വെച്ചു, ഒരു ഡിബേറ്റ് അന്ന് വെക്കുകയാണ്. അന്നൊരു കാര്യം പറയുമ്പോ ഒന്നും കാണാതെ പറയില്ല എന്നൊരു പ്രയോഗമുണ്ട്. അന്ന് പറഞ്ഞത് ഇന്നാ റാദൂഹു ഇലൈകി, ഞാൻ നിനക്ക് തിരിച്ചു തരും. അതൊരു കണ്ടീഷനാണ്. അള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് അള്ള പൂർത്തിയാക്കും എന്നുള്ള കൃത്യമായ ബോധം ആർക്കുണ്ടായിരുന്നു? മൂസ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മാക്കുണ്ടായിരുന്നു. നമുക്ക് ഇല്ലാതെ പോയത് ആ ഒരു പ്രശ്നമാണ്. പല പ്രാർത്ഥനകളും നാം പഠിക്കുന്നു. ആ പ്രാർത്ഥന ഇന്നതിന് പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ ആണോ 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 എന്ന സംശയം വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും റഹ്മത്തും നിഅമത്തും ഇല്ലാതെ പോകുന്നത്. അപ്പൊ തവക്കുലിന്റെ പൂർണ്ണമായ രൂപം ഇവിടെ പഠിപ്പിക്കുകയാണ്. വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി.
വജഅഇലുഹു മിനൽ മുർസലീൻ. മാത്രമല്ല ഇവനെ നബിയാക്കും, ഭാവിയിൽ പ്രവാചകന്മാരിൽ ഉൾപ്പെടുത്തുമെന്നാണ്. പ്രവാചകനായി എന്ന് മാത്രമല്ല, ഉലുൽ അസ്മുകളിൽപ്പെട്ടവരായി മൂസ നബി അലൈഹിസ്സലാം. എന്താ ഉലുൽ അസ്മു എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ? 5 നബിമാരാണ് ഉലുൽ അസ്മ്, മനക്കരുത്തുള്ള പ്രവാചകന്മാർ അല്ലെ? മൂസ നബി, നൂഹ് നബി, ഈസ നബി, ഇബ്രാഹിം നബി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ 5 നബിമാരിൽ ഒരാളാരാ? മൂസ നബിയാണ്, മനക്കരുത്തുള്ള പ്രവാചകനായി എന്നാണ്. വലഖദ് ഫതന്ന എന്ന് സൂറത്ത് താഹയിൽ പറയുന്നുണ്ട്. ഇബ്രാഹിം മൂസ നബിയെ വല്ലാതെ പരീക്ഷിച്ചിരുന്നു എന്നാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ, ഒന്നല്ല രണ്ടല്ല, ഒരുപാട് പരീക്ഷണങ്ങൾ കിട്ടിയ നബിയാണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആ പെട്ടിയിൽ ഒഴുക്കി ഫിർഔന കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലെത്തിയപ്പോ അവിടെ മൂസ നബിയുടെ പെങ്ങളെ മൂസ നബിയുടെ ഉമ്മ അയക്കുകയാണ്. അതായത് മകളെ ഉമ്മ അയക്കുകയാണ്, നീ പോയി നോക്കാൻ പെട്ടി എവിടം വരെ എത്താൻ നോക്ക്, അത് ആരാ പെട്ടി എടുക്കാൻ നോക്ക്, നീ ഒന്ന് ആ വിഷയം ഒന്ന് അന്വേഷിക്കുക, നിനാർക്കും തിരിയട്ടോ, നീ ആരോട് പറഞ്ഞേക്കരുതേ. അങ്ങനെ കൃത്യമായ ധാരണ കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടി അയക്കാനാണ്. കാരണം പെൺകുട്ടിയെ കൊല്ലാൻ ആ കാലഘട്ടത്തിൽ ഉത്തരവില്ല. അങ്ങനെ ആ പെൺകുട്ടി പോകുന്നു, വിഷയങ്ങൾ പഠിക്കുന്നു, ചർച്ചകൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടി തിരിച്ച് വന്നുകൊണ്ട് പറയാണ്, അങ്ങനെ അവള് മുലയൂട്ടാൻ വേണ്ടി പ്രയാസം, ആ കുട്ടിക്ക് ആരും മുല കൊടുത്താലും കുടിക്കുന്നില്ല. അങ്ങനെ ആ കുട്ടിക്കുള്ള മുല കൊടുക്കാൻ വേണ്ടി ഉമ്മ തന്നെ എത്തുന്ന രംഗം ഖുർആൻ പറയാണ്. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഉമ്മക്ക് തന്നെ അള്ളാഹ് പറഞ്ഞ കരാർ, അള്ളാഹ് കരാർ പറഞ്ഞ ആ കരാർ 13ാമത്തെ ആയത്തെത്തിയപ്പോഴേക്ക് അള്ളാഹ് പറയാണ് ആ കരാർ പൂർത്തീകരിച്ചു. എന്നിട്ടോ അങ്ങനെ മൂസ നബി അലൈഹിസ്സലാം ഒരു യുവാവായി, പക്വതയുള്ള പാകതയുള്ള ഒരു ചെറുപ്പക്കാരനായി മാറി. അദ്ദേഹത്തിന് എന്തൊക്കെ കിട്ടി? ഹുക്കുമും ഇൽമും കിട്ടി. ഹുക്കുമ് വിവരം കിട്ടി, വിജ്ഞാനം, തത്വദീക്ഷ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ നല്ലയാളായി. അങ്ങനെ കൊട്ടാരത്തിൽ അദ്ദേഹം സുഖലോലുപനായി ജീവിക്കുന്നു. പക്ഷെ ആ ഈ ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് അതൊരു വിരക്തി ഉണ്ടായി എന്നാണ്, ഒരു വെറുപ്പുണ്ടായി. ആ ഒരു ആഡംബര ജീവിതത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്പിയാക്കന്മാരെയൊക്കെ ചെറുപ്പത്തിലെ അള്ളാഹു സംരക്ഷിച്ചിരുന്നു എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാലോ. അൽ അമീൻ എന്നറിയപ്പെട്ടത് ഏറ്റവും വലിയ ഭൂഷികളുടെ താന്തോന്നികളുടെ കാലഘട്ടത്തിലാണ് ഒരു അൽ അമീൻ മാത്രം ഉണ്ടായത്. കാരണം അതൊരു സംരക്ഷണമായിരുന്നു. അതേപോലെ മൂസ നബിയെയും അള്ളാഹു സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാം അങ്ങനെ ഇറങ്ങാൻ കൊട്ടാരത്തിറങ്ങിയപ്പോ രണ്ടാള് തർക്കമുണ്ടായി, പ്രശ്നമുണ്ടാകുന്നു. ഒന്ന് എന്റെ നാട്ടുകാരനാണ്, കിബുത്തി വംശക്കാരനും ഇസ്രായേലിനുമാണ്. അങ്ങനെ പ്രശ്നം നോക്കുമ്പോ കിബുത്തിയുടെ അടുക്കലാണ്, ഫിർഔന്റെ ആളുകളിലാണ് തെറ്റ് എന്ന് തോന്നി. മൂസ നബി അലൈഹിസ്സലാം നല്ല ഖുർആൻ പിന്നീട് വിശദീകരിക്കുന്ന കവിയാണ്, നല്ല ശക്തനായ ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള ഒരുത്തനാണ്. അപ്പോ മൂസ നബി അലൈഹിസ്സലാം ആരോഗ്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആ ചങ്ങനൊന്ന് മേടി എന്ന് പറയാം, ഒന്ന് കൊട്ടി, ഒന്ന് അടിച്ചു. ആ അടിക്കുമ്പോ അദ്ദേഹം കൈ ചുരുട്ടി, മുഷ്ടി ചുരുട്ടിയിട്ടായിരുന്നു അടിച്ചത് എന്നാണ്. അദ്ദേഹം നമ്മള് ചിലർ തലക്കൊക്കെ ചുട്ടുമല്ലോ, അപ്പൊ അദ്ദേഹം മുഷ്ടി ചുറ്റുന്ന് അടിച്ചു. പക്ഷെ മർമ്മത്തിലായി പോയി, അടിപ്പഴച്ചു പോയി. അദ്ദേഹം അപ്പോൾ തന്നെ മരിച്ചുപോയി. ആ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പേടിയുണ്ടായി, വല്ലാത്തൊരു പ്രയാസം ഉണ്ടായി. അവിടെയാണ് സൂറത്തുൽ ഖസസിൽ തന്നെ 16ാമത്തെ ആയത്ത്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ആയത്തുകളാട്ടോ, എന്റെ വകയൊന്നുമില്ല. 16ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാണ്, ഖാല, അപ്പോൾ തന്നെ മൂസ നബി അലൈഹിസ്സലാമിന് പരിവർത്തനമുണ്ടായി. ഒരാളോട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്തപ്പോ, അഹന്ത കാണിച്ചപ്പോ, അഹങ്കാരം കാണിച്ചപ്പോ ഒരു പേടി ഉണ്ടായി, പ്രയാസം ഉണ്ടായി. അതിൽ മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഗ്ഫറ ലഹു. നമുക്കുള്ള മര്യാദയാണ് ഈ ഒരു പ്രയോഗം. ഖുർആനിൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് നോക്കിയട്ടെ. സൂറത്തുൽ അറാഫിൽ ഉണ്ട്. സൂറത്തുൽ അറാഫ് ഒന്ന് മറിച്ചു നോക്കണം. ആ ആയത്തിന് അപ്പുറം നമ്മളൊന്ന് കണ്ടുപിടിക്കണം. റബ്ബന ലലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആരാ പ്രാർത്ഥിച്ചത്? നമ്മൾ രണ്ടാളും തെറ്റ് ചെയ്തു, നമ്മളിതാ ഇപ്പം സ്വർഗത്ത് പുറത്തായി. ആരായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക? അപ്പോ അവിടെ മൂസ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കണം, റബ്ബി ഇന്നി വലംതു നഫ്സി
അള്ളാഹുവെ ഞാൻ അത് സ്വയം തെറ്റ് ചെയ്തു പോയി. ഒരു മനുഷ്യന് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഉണ്ടാവേണ്ട ഒരു പക്വതയാണ് ഇവിടെ പറഞ്ഞ ഈ ആയത്ത്. മൂസാ നബിയുടെ പ്രാർത്ഥന, അള്ളാഹുവെ ഞാനിതാ സ്വയം തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. നമ്മുടെ പൊതുവെ മറ്റുള്ളവരെയാണ് പഴിചാരുക. രണ്ടാമത്തെ ഗുണപാഠം അതാണ്. നമ്മുടെ സ്വഭാവം എന്താ? ഞാനത് ചെയ്തത് അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, അല്ലേ? ഞാൻ ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ, ഞാനവിടെ പോയത് ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ. അപ്പോ നമ്മൾ മറ്റുള്ളവരെ കൊണ്ടാണ് ഞാനിത് ചെയ്യാൻ കാരണം എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഉപ്പയായാലും ഉമ്മയായാലും മക്കളായാലും കൂട്ടുകാരായാലും ജ്യേഷ്ഠാനുജന്മാരായാലും അയൽപ്പക്കാരായാലും ആരും അങ്ങനെ തന്നെയാ പറയാ. എന്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ ഈ തെറ്റ് ചെയ്തത്, അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം ആദം നബി പഠിപ്പിച്ച അതേ മര്യാദ മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. ഈ റബ്ബി, അല്ലാഹുവേ, ഇന്നി വലംതു നഫ്സി, ഞാൻ എന്നോടാണ് തെറ്റ് ചെയ്തത്. അവരെന്താ അടി കഴിഞ്ഞോണ്ടാണല്ലോ ഞാൻ അടിച്ചത്, അല്ലെങ്കിൽ ഞാൻ അടിക്കൂലായിരുന്നു എന്ന് പറയാമായിരുന്നു മൂസാ നബിക്ക്. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ തെറ്റ് ചെയ്തു പോയി. ആ ഒരു മര്യാദ നോക്കിയട്ടെ. സത്യത്തിൽ എന്തൊക്കെ മൂസാ നബിക്ക് അവിടെ ന്യായീകരിക്കാൻ വകുപ്പുണ്ട്, അല്ലെ? ഒച്ച ഉണ്ടാക്കിയുണ്ടായിരുന്നു, വെറുതെ ശണ്ട കൂടി ഉണ്ടായിരുന്നു, അങ്ങനെയാണോ പറയുക? എന്തൊക്കെ ന്യായം പറയാം, എന്തൊക്കെ പറയാം നമ്മളാണെങ്കിൽ. പക്ഷെ അവിടെ ഏറ്റെടുക്കുകയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് അള്ളാഹുവെ പുറത്തു തരണേ. അല്ലെ? അപ്പൊ എനിക്ക് അള്ളാഹുവെ പുറത്തു തരണേ. ഇതൊരു ഏവറേജ് മുസ്ലിമിന് ഉണ്ടാവേണ്ട വലിയ ഒരു മര്യാദയായിട്ടാണ് ഖുർആൻ പറഞ്ഞത് ഇങ്ങനൊരു പ്രാർത്ഥന. നമുക്കറിയുന്ന ഒരു ഹദീസ് കൂടി. അബൂബക്കർ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് എപ്പോഴും വല്ലാത്തൊരു ഫീലിംഗ്, എന്താണ്, എനിക്ക് തെറ്റ് പറ്റാറുണ്ട് എന്നൊരു മാനസികമായ വിഷമമുണ്ട്. എന്താണ് അതിന് പരിഹാരം? മാത്രമല്ല, തെറ്റുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് പരിഹാരം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തശഹുദിൽ നമ്മൾ പ്രാർത്ഥിക്കാറില്ല, തഹിയ്യാത്ത്, അല്ലെ? അത് പറയും, ശേഷം സലാത്ത് പറയും. അതിനുശേഷം ഒരു ദുആ ഞാൻ പഠിപ്പിച്ചുതരാം, നിന്റെ എല്ലാ തെറ്റും പുറത്തു തരും. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു തരാം. എന്താ? അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി ളുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അവിടെ അല്ലാഹുമ്മ ഇന്നി ലലംതു നഫ്സി, ഈ പ്രാർത്ഥന അറിയാത്ത ആരെങ്കിലും ഈ പള്ളിയുണ്ടെങ്കിൽ നിർബന്ധമായും പ്രാർത്ഥന പഠിക്കണം. നമ്മുടെ മദ്രസയിലെ 4ലെയോ 3ലെയോ കർമ്മപാഠത്തിൽ പഠിക്കാനുണ്ട്. അപ്പോ ഏതായാലും ആ ഇന്നി ലലംതു നഫ്സി, അല്ലാഹുവേ, ഞാനിതാ എന്നോട് തന്നെ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു. അപ്പൊ ആ ഒരു പ്രാർത്ഥനയാണ് മൂസാ നബി അലൈഹിസ്സലാം നടത്തിയിട്ടുള്ളത് എന്നാണ്. റബ്ബി ഇന്നി ലലംതു നഫ്സി ഫഗ്ഫിർ ലി എന്ന പ്രാർത്ഥന. അവിടെ മറ്റൊന്നുകൂടി മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു പ്രാർത്ഥനക്കും അള്ളാഹു പഠിപ്പിച്ചൊരു മര്യാദ അള്ളാഹുവിന്റെ പേരെടുത്ത് പറയണം എന്നുള്ളതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു ആരാണ്? ഗഫൂർ, പൊറുക്കുന്നവനാണ്. ഞാൻ തെറ്റ് ചെയ്തത് എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ കുറ്റക്കാരനാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ അള്ളാഹു ആരാണ്? ഗഫൂർ, പൊറുക്കുന്നവനാണ്. റഹീം, നീ കരുണാവാരിധിയാണ് എന്ന് പഠിപ്പിക്കണം. ഒന്നുകൂടി പറയാം, റബ്ബി ബിമാ അൻഅംത അലയ്യ, അല്ലാഹുവേ, ഫലൻ അകൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ടല്ലോ, അല്ലേ? അവിടെ സത്യത്തിൽ മൂസാ നബിക്ക് നമ്മുടേതായ ഒരു ചിന്തയിൽ എടുത്തു നോക്കിയാൽ എന്താ അനുഗ്രഹം അവിടെ എടുത്തു പറയാനുള്ളത്? മൂസാ നബി തുടങ്ങിയിട്ടുള്ള ജീവിതം, അല്ലേ? എന്നിട്ടും പറയുന്നു, നീ എനിക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തിട്ടുണ്ടല്ലോ, ഇനി ഞാൻ എന്താവൂല? ഈ കുറ്റം ചെയ്തവരുടെ കൂടെ ഉണ്ടാവൂല. ഞാൻ ആരുടെ കൂടെ ഉണ്ടാവില്ല? കുറ്റം ചെയ്യുന്നവരുടെ കൂടെ ഉണ്ടാവില്ല, കുറ്റവാളികളുടെ കൂടെ ഉണ്ടാവില്ല. മൂസാ നബി അലൈഹിസ്സലാം കുറ്റവാളികളുടെ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്താ പ്രയോഗത്തിന് എന്താ പ്രസക്തി? ഒരാളടിച്ചു, അയാളെ മരിച്ചു. അപ്പൊ ഞാൻ കാരണം ഒരാളെ ആക്ഷേപമോ, ഞാൻ കാരണം ഒരാളെ കൊല്ലുകയോ, ഞാൻ കാരണം ഒരാൾക്ക് പ്രയാസമുണ്ടാവുകയോ ചെയ്താൽ അതെന്താണ്? കുറ്റം. അപ്പൊ ഞാൻ ആരായി? കുറ്റക്കാരനായി. അപ്പൊ ഫലൻ അകൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, ഞാൻ അങ്ങനെ കുറ്റവാളികളുടെ കൂടെ ഉണ്ടാവില്ല, ഇനി ഞാൻ ഉണ്ടാവില്ല. അതൊരു കരാറാണ്. അപ്പോ തെറ്റ് ചെയ്തവൻ പശ്ചാത്തപിക്കുമ്പോ റബ്ബിനോട് പറയേണ്ട ഒരു മര്യാദ കൂടിയാണ്
പടച്ചോനെ ഞാനതൊക്കെ ചെയ്തു കൊണ്ട് ഞാൻ ചെയ്യൂല, അല്ലേ, ഇനി ഞാൻ ചെയ്യൂല. ഈ ഒരു മര്യാദ നമുക്കുണ്ടാവണം എന്നാണ്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഇറങ്ങി നടക്കുകയായിരുന്നു. ഇറങ്ങി നടക്കുന്ന ചരിത്രം 18, 19, 20 ആയത്തുകളിൽ ഖുർആൻ തന്നെ വിശദീകരിക്കും. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാണ് വീണ്ടും മറ്റൊരു ദിവസം അദ്ദേഹം ഇതേപോലെ ഈ ഇസ്രായേൽ തന്നെ തന്റെ ഗ്രൂപ്പിൽപ്പെട്ട തന്റെ വർഗത്തിൽപ്പെട്ടയാളും ഇതേപോലെ മറ്റൊരുത്തനും കൂടി വീണ്ടും ശണ്ട കൂടുന്നത് കണ്ടു. അപ്പോ മൂസാ നബി പറഞ്ഞു, എനിക്ക് തന്നെ പണിയില്ലേ, എനിക്കിതൊന്നും ഇതന്നെ പണിയില്ലേ, നിന്റെ പണി തന്നെ ഓരോരുത്തരും ഇങ്ങനെ ശണ്ട കൂടുക, ഇയാളൊരു തിരക്കുള്ളല്ലോ എന്ന് പറഞ്ഞു, ഇയാള് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ അല്ലെ, എല്ലാവരോടും എതിർക്കാൻ പോകുന്ന ഒരാളെ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ആ ഒരു പ്രയോഗം നടത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ അമ്മാരെ നീ കൊല്ലാളികളുണ്ടല്ലോ, ഞാന് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണല്ലോ അല്ലെ, സ്കൂൾ കുട്ടികളൊക്കെ പണ്ട് വരാറുണ്ട് അല്ലെ, അതേപോലെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു. ആ വിഷയം അവിടെ പ്രചാരണത്തിലായി. അങ്ങനെയാണ് ഒരാൾ ഓടി വരികയാണ്. ഒരാൾ നിങ്ങൾ വേഗം പോയിക്കോട്ടാണ്. ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്നൽ മല, ഇവിടുത്തെ രാജാവ് അന്വേഷിക്കുന്നുണ്ട് ആരാ വന്നത്, ഏകദേശം നിങ്ങളാണെന്നുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഞാന് ഒരു ഗുണകാംക്ഷയോടുകൂടി പറയുന്ന കേട്ടോ, ഇത് എന്നോട് തീർപ്പൊന്നും വരണ്ടേ, ഇത് എന്നോട് ദേഷ്യമൊന്നും വരണ്ട, നിങ്ങൾ പോയിക്കോ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് നാടുവിടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം, നമ്മൾ ചിന്തിക്കുന്ന മാർഗത്തിലൂടെയല്ല അള്ളാഹു നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരിക എന്നുള്ളതാണ്. മറ്റൊന്ന്, ആരാണോ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക അവൻ അല്ല മതി, നമുക്ക് അറിയുന്ന ഒരായത്താണ്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉറ്റാലോചിക്കേണ്ടുന്ന ഒരായത്താണത്. അള്ളാഹുവിനെ ആരാണോ തഖ്വയോടുകൂടി അഭിമുഖീകരിക്കുക, തഖ്വ കാണിക്കുന്നത്, അള്ളാഹു അവന് എക്സിറ്റ് കൊടുക്കുന്നതാണ്. മഖ്റജ് എക്സിറ്റ് എന്നാണ് അല്ലെ. അള്ളാഹു അവന് കൊടുക്കും മഖ്റജ്, അവന് എക്സിറ്റ് കൊടുക്കും. എന്താ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ എക്സിറ്റ് കാണാറുണ്ട് അല്ലെ. എന്താ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവും. മഖ്റജ് എന്നുള്ളതിന് തഫ്സീറുകളിൽ കൊടുത്ത വിശദീകരണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതിന് ഊരാന്ന് പറയൂലേ, ഞാൻ എങ്ങനെയല്ലോ ഊരിയായിരുന്നു എന്ന് പറയും അല്ലെ. ഊരുവാനുള്ള സംവിധാനവും സാഹചര്യവും അള്ളാഹു കൊടുക്കും. പരീക്ഷ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്തൊക്കെയോ തലവേദന ടെൻഷനൊക്കെ ആയിരുന്നു, പക്ഷെ എങ്ങനെയൊക്കെയോ ജയിച്ചു പോയി, നമ്മളോ രക്ഷപ്പെട്ടുപോയി അല്ലെ. കടങ്ങള്, പ്രയാസങ്ങള്, പ്രാരാബ്ധങ്ങള് അല്ലെ, കുടുക്കുകൾ, പെട്ടെന്ന് വണ്ടി നിന്നുപോയി, വണ്ടി ഓഫായി, ഒരാളെ കിട്ടി അല്ലെ, അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്തു അല്ലെ. അല്ലെങ്കിൽ ആ നേരത്ത് നമ്മൾ പറയും, എന്തോ എവിടുന്ന നാട്ടിലെ സംഘത്തിൽ റെഡിയായി എന്ന് പറയും. അങ്ങനെ ഓരോ വിഷയം പലർക്കും അങ്ങനെ അനുഭവം ഉണ്ടാവും അല്ലെ. കല്യാണം നേരാണ്, മകന്റെ കല്യാണം, മകളുടെ കല്യാണം, പൈസ ഒന്നും ഇല്ല, എന്താ ചെയ്യാ, നടന്നു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് പറയും, ഇങ്ങനെയൊക്കെയല്ലോ കഴിഞ്ഞു കിട്ടി. ആ എങ്ങനെയൊക്കെയോ കഴിഞ്ഞു കിട്ടി എന്നുള്ളണ്ടല്ലോ, അങ്ങനെ അവന്റെ കുടുക്കിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് തഖ്വയുള്ളവർക്കുള്ളതാണ്. ഈ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഈ ഇത്ര വരെയുള്ള ചരിത്രം, ബാക്കി പറയാൻ സമയമില്ല, ഇത്ര വരെയുള്ള ചരിത്രത്തിൽ നമ്മൾ ഓർക്കേണ്ട മുഖ്യമായ ആയതാണ് ആ പ്രയോഗം, അവന് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അത് ചിലപ്പോൾ വ്യക്തിയുടെ മുഖേനാവാം, ഒന്നും അറിയാതെയാവും, എന്തായാലും സംഗതി ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ്. ഇത് ഖുർആൻ പഠിപ്പിച്ച വലിയൊരു തത്വമാണ് എന്ന് പഠിപ്പിച്ചു. ഇവിടെയാണ് നമ്മൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയം. പിന്നെ മറ്റൊന്ന്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ അള്ളാഹു അവിടെ തന്നെ പറഞ്ഞത് ഹുക്മൻ വ ഇൽമ എന്നാണ്. ഹുക്മും ഇൽമും കിട്ടി എന്നുള്ളതാണ്. അത് അള്ളാഹ് എല്ലാവർക്കും കൊടുക്കൂല. വിവരം ഉണ്ടാവും, വിവേകം എല്ലാവർക്കും ഉണ്ടാവൂല. അറിവുണ്ടാവും, തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവൂല അല്ലെ. അറിവുണ്ടാവും, ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ തിരിച്ചറിവ് എല്ലാവർക്കും കിട്ടൂല. വിവരം ഉണ്ടാവും, പക്ഷെ വിവരമുള്ളവർക്കൊക്കെ വിവേകം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഇത് രണ്ടും
കിട്ടുക, ഹുക്മ് കിട്ടുക എന്നുള്ളത് അള്ളാഹു അനുഗ്രഹിച്ചവർക്ക് മാത്രം കിട്ടുന്നതാണ്. അത് നമുക്ക് കിട്ടണം. നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് കിട്ടിയതെങ്ങനെ മനസ്സിലാവുക? ഈ രൂപത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ വലാ തഖാഫി വലാ തഹ്സനി, ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട, പേടിക്കണ്ട. ഈ ഒരു 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 ഫീലിംഗ്. നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ട്, നാട്ടിൽ പ്രശ്നമുണ്ട്, കുടുംബത്തിൽ പ്രയാസമുണ്ട്, സാമ്പത്തികമായി പ്രയാസമുണ്ട്. ആ നേരത്ത് അള്ളാഹ് എന്തെങ്കിലും വഴി കാണിക്കും ഇൻഷാ അല്ലാഹ് എന്ന ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളാം, എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഹുക്മും കിട്ടിയിട്ടുണ്ട്, ഇൽമും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തോന്നൽ വന്നിട്ടില്ലെങ്കിലോ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഹുക്മും ഇല്ല, ഇൽമും ഇല്ല. അപ്പൊ ആ ഹുക്മും ഇൽമും വർദ്ധിപ്പിക്കുവാനും നിലനിർത്തുവാനും പ്രാർത്ഥിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين وعلى من اتبع الهدى إلى يوم الدين. وما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, വഹളത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നുണ്ട്. കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചില കലണ്ടറുകൾ നമ്മളൊന്ന് വാങ്ങിയാൽ ഇസ്ലാമിന്റെ പേരിലാണ് അവർ പ്രവർത്തിക്കുന്നതും ഇറക്കുന്നതും. അതിൽ മുഹറം 9 നെഹ്സാൻ, മുഹറം മാസം കഴിയട്ടെ എന്നാ പറയാം. പള്ളികൾക്ക് പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല, പള്ളികൾക്ക് എവിടെയും ഈ മുഹറത്തിലും സഫറിലും എവിടെയും തറക്കല്ലിടാറില്ല. കാരണം അത് തറക്കല്ലിടുന്ന ആരായിരിക്കും? തങ്ങന്മാരും അതുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അവർ ഒന്നുകിൽ ദുൽഹജ്ജിൽ ചെയ്യും, അല്ലെങ്കിൽ സഫറിന് ശേഷം ചെയ്യും. മുഹറം 1 ആയിപ്പോന്ന് പേടിച്ചാൽ വേഗം ധൃതികൂടി ചെയ്യും. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. ശരിക്കും അള്ളാഹ് പരിശുദ്ധമാക്കിയ മാസം ഏത്? മുഹറം. പരിശുദ്ധമായതെന്ന് പറയുമ്പോ പിന്നെ മോശമായെന്ന് അർത്ഥം വേറൊന്നും ഇല്ല അല്ലെ? നമ്മുടെ 3 മക്കളോ 5 മക്കളോ ഉള്ള രക്ഷിതാക്കന്മാരുണ്ടാവുമല്ലോ ഇവിടെ. നമ്മൾ പറയും എൻ്റെ ആ ചെക്കുണ്ടല്ലോ, ഓന് കുറച്ചെല്ലാം കാര്യങ്ങൾ നോക്കി ചെയ്യും, കണ്ടു പറഞ്ഞു ചെയ്യും എന്ന് പറഞ്ഞാൽ ഓന് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റുള്ളവരൊക്കെ മോശമാണ്, ഓലൊക്കെ ഒഴിവാക്കണം എന്നാണല്ല. എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാവരും നല്ല മക്കളാണ്. പക്ഷെ ചിലർക്ക് ചില പ്രത്യേകത ഉണ്ടാവും. അതുപോലെ ചില മാസങ്ങൾ എടുത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം മറ്റുള്ളത് മോശം എന്നല്ല. അപ്പൊ അത് നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഇപ്പോഴും അന്ധവിശ്വാസം ഉണ്ടെന്നുള്ളതാണ്. ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ് ആ ഭാഗം. അപ്പോൾ നമുക്കാർക്കും ഇല്ല, പക്ഷെ അതുള്ളവരുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹ് നൽകിയ ഒരു കാലത്തെ ചീത്ത പറയാൻ പാടില്ല. ഇന്ന ദിവസം മോശം, ഇന്ന് ചൊവ്വാഴ്ച. പഴയകാലത്ത് അങ്ങനെയായിരുന്നു അല്ലെ? ചൊവ്വ ദോഷം, ശനി ദോഷം, ശനി മോശം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? നിക്കാഹ് പഴയ കാലത്ത് ശനിയാഴ്ച വെക്കൂലായിരുന്നു, ചൊവ്വാഴ്ച വെക്കൂലായിരുന്നു. വീട്ടിൽ കൂടുതൽ ശനിയാഴ്ച ഉണ്ടാവാറില്ലായിരുന്നു, ശനിയാഴ്ച ഉണ്ടാവാറില്ല, ചൊവ്വാഴ്ച ഉണ്ടാവാറില്ലായിരുന്നു അല്ലേ? കുറേയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും അന്ധവിശ്വാസങ്ങൾ പൂർണ്ണമായി മാറി എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. ഏതായാലും ആ വിഷയത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. 2-3 ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഒന്ന്, നമ്മുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സുഹൃത്ത് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. ICUയിലാണുള്ളത്. പെട്ടെന്ന് ശിഫിയാക്കാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ രോഗം ശിഫിയാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ ഉറ്റവർക്ക് മനസ്സമാധാനം കൊടുക്കുമാറാവട്ടെ. അള്ളാഹു ആ സുഹൃത്തിന്റെ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം. അവരുടെ രോഗം നീ എത്രയും പെട്ടെന്ന് ശിഫിയാക്കി കൊടുക്കണം. അവരുടെ കുടുംബത്തിന് മനസ്സമാധാനം കൊടുക്കണം. അവരുടെ ഉറ്റവർക്ക് നീ മനസ്സമാധാനം കൊടുക്കണം. മരിച്ചവർ അള്ളാഹുവെ നമ്മൾ ദുആ ചെയ്ത ഒരുപാട് ആളുകൾ, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം. അവരുടെയും ഉറ്റവർ ഉടയവർ അള്ളാഹുവെ അവർക്ക് നീ മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. അവരിലൂടെ കുടുംബത്തിനുണ്ടായ നഷ്ടം നീ നികത്തി കൊടുക്കണേ അല്ലാഹ്. മരിച്ചവരിലൂടെ അവരുടെ ഉറ്റവർക്കുണ്ടായ നഷ്ടം അള്ളാഹുവെ നീ നികത്തി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാഹ്. മരിക്കുന്നത് വരെ ഞങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാഹ്.
മരിക്കുന്നവരെ ഞങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായും നിലനിർത്തി തരണേ അല്ലാഹ്. അക്രമങ്ങളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ സമാധാനം നൽകണേ അല്ലാഹ്. നമ്മുടെ വീട്ടിലും സമാധാനം നൽകണേ അല്ലാഹ്. നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ സമ്പത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുവാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ ഇഷ്ടപ്പെട്ടവരോട് മാത്രമായി നീ പുഞ്ചിരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹ് നമ്മുടെ മനസ്സിന് ദൃഢത നൽകണേ അല്ലാഹ്. നമുക്ക് ഹുക്കുമും ഇൽമും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നമുക്ക് തവക്കുലിന്റെ ഖൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നമ്മുടെ ഈമാനുള്ള ഖൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നമ്മുടെ ഖൽബിൽ തവക്കുലും ഈമാനും തഖ്വയും നീ നിറച്ചു തരണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله.